ഹലോ ഗായ്സ്, ഭ്രാന്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിഷ്കിന്ധാകാന്ഡം ടീമിൻ്റെ പുതിയ പടം റിലീസായിരിക്കുകയാണ്. കിഷ്കിന്ധാകാന്ഡം ടീമിൻ്റെ ദിൻജിത്ത് അയ്യത്താനും ബാഹുൽ രമേശും കൂട്ടുകെട്ടിൽ പുതിയ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. എക്കോ പൊളിപ്പടം, സൂപ്പർ പടം, ക്ലാസ് മൂവി, ഒരു രക്ഷയില്ല. അൾട്ടിമേറ്റ് എൻ്റെ പൊന്നോ സന്ദീപ്, ഇത് നടനാണ്. ഭാവി വാഗ്ദാനമാണ്, മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനം. ഇതാ എഴുതിയിട്ടോ മലയാള സിനിമയ്ക്ക് ഇതാ പുതിയൊരു നടൻ. ഇത് അഭിനയം ചെറുക്കി ഒരു രക്ഷയില്ല, കിളികള. പക്ഷെ എന്ത് പറയാൻ, ഒരു രക്ഷയില്ല. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ പടം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നിനും മെച്ചം പടം. സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാട്ടൊന്നും ഇല്ല, പക്ഷേ ഒരു ലെവൽ സാധനം തന്നെ. മജീദ് കിടുക്കി കളഞ്ഞു, ഒരു രക്ഷയില്ല. ഡയലോഗ്, സ്റ്റോറി, ബാഹുൽ രമേശ് പറയണ്ടല്ലോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കണ്ണെടുക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത്രയ്ക്ക് എന്ത് പറയാം, കിടിലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് കണ്ടതിൽ ഏറ്റവും കിടിലം പടം. അടിപൊളി. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മളെ വിനീതേട്ടനുണ്ട്, നരേനുണ്ട്, ബിനു പപ്പ് ചേട്ടനുണ്ട്. എൻ്റെ പൊന്നും ഇവരെല്ലാവരും ഉണ്ട്, ഒരു രക്ഷയില്ല. വിനീതേട്ടനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മൾ അശോകൻ ചേട്ടൻ, എൻ്റെ പൊന്ന് കുറച്ച് സീനിലേക്ക് പറഞ്ഞോളൂ, എങ്കിലും പൊളിച്ചെന്ന് പറഞ്ഞാൽ കിടുക്കി. എനിക്ക് അവനെ തന്നെ സന്ദീപ്, ഉമ്മ മകളെ, എന്തൊരു ആക്ടറാണ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിടുക്കി കളഞ്ഞു. ചെറിയ സീനുകളൊക്കെ ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പടം അഭിനയിച്ച ഒരു ആക്ടറെ പോലെയാണ് പുള്ളി അഭിനയിക്കുന്നത്. പക്ഷേ കിടുക്കി എന്ന് പറഞ്ഞാൽ അടിപൊളി. അയ്യോ, ഒന്നും പറയാനില്ല സത്യം. ബാക്കി ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് സ്പോയിലാകില്ല. നിങ്ങൾ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു രക്ഷയില്ല. സൂപ്പർ പടം. നമുക്ക് ഇതിൻ്റെ ഡയറക്ടറിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദിൻജിത്ത് അയ്യത്താൻ, കക്ഷി അമ്മണിപ്പിള്ള, കിഷ്കിന്ധാകാന്ഡം, എന്ത് പടമാണ്. ഒരു രക്ഷയില്ല. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഡയറക്ടർ, ഒരു രക്ഷയില്ല, കിടുക്കി കളഞ്ഞു. പിന്നെ മെയിനായിട്ട് ഇതിൽ പറയേണ്ടത് ഇതിൻ്റെ റൈറ്റർ ബാഹുൽ രമേശ്. എനിക്കൊന്ന് കിഷ്കിന്ധാകാന്ഡം, പിന്നെ കേരള ക്രൈം ഫയൽ 2, ഇത് എക്കോ, ഒരു രക്ഷയില്ല. 3ൻ്റെ റൈറ്റിംഗ് അറിയാമല്ലോ. കിഷ്കിന്ധാകാന്ഡത്തിൽ കുരങ്ങൻ്റെ ഇത് വെച്ചേക്കായിരുന്നു. കേരള ക്രൈം ഫയലിൽ പട്ടികള ഒരു ഇത് വെച്ചായിരുന്നു. ഇതിലും അതേപോലെ പട്ടികളെ ഇത് വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമുക്ക് ആ റൈറ്റിംഗ് രീതി ഒരു യുണീക്ക് അൾട്ടിമേറ്റ്, പറഞ്ഞിട്ട് കാര്യമല്ല. ക്ലാസ് മൂവി, ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണണം. തിയേറ്ററിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കിടുക്കി. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഏറ്റവും കിടിലം പടം, സൂപ്പർ പടം. ഗോവിന്ദ്, സൗണ്ടൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ, നമ്മൾ ട്രിവാൻഡ്രത്താണെങ്കിൽ SL തന്നെ ചെന്ന് കാണണം. സൗണ്ടൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സൗണ്ട് മിക്സിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഷ്ണു ഗോവിന്ദ് എന്ന് പറഞ്ഞ പയ്യനാണ് ചെയ്തത്, ഒരു രക്ഷയില്ല, അൾട്ടിമേറ്റ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കണ വിനീതേട്ടൻ കിടു, നരൻ കിടു, അശോകൻ ചേട്ടൻ കിടു. പിന്നെ ഇതിൽ കുര്യച്ചനായിട്ട് അഭിനയിക്കണ പുള്ളി കുഴപ്പമില്ലെങ്കിലും കൊള്ളാം. അടിപൊളി. പുള്ളിനെ നമുക്ക് മോശമായിട്ട് പറയണ്ട, കൊള്ളാം, അടിപൊളിയായി. ബാഹുൽ രമേശിൻ്റെ റൈറ്റിംഗ് ആണ് ഇതിൽ ഒരു രക്ഷയില്ലാത്ത റൈറ്റിംഗ്. കൊണ്ടുപോകണ രീതി, എടുത്ത് വെച്ചിരിക്കുന്ന മൊത്തം ഹിൽ സ്റ്റേഷൻ സെറ്റപ്പൊക്കെയാണ്. കുറച്ച് പുറകോട്ടുള്ള ഇതാണ്. പക്ഷേ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ പറയേണ്ട ആവശ്യമില്ല, ഒരു രക്ഷയില്ല. നിങ്ങൾ മസ്റ്റ് വാച്ച് പടമാണ്, മസ്റ്റായിട്ട് ചെന്ന് വാച്ച് ചെയ്യണം ഈ പടം തിയേറ്ററിൽ തന്നെ കാണണം. ഒരു രക്ഷയില്ല. പിന്നെ ഇതിൽ ആക്ടർ സന്ദീപിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. പുള്ളി റിമാർക്കബിളാണ്, എഴുതി വെച്ചോ. പുള്ളി എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഏറ്റവും അടുത്ത നല്ലൊരു ആക്ടറായിട്ട് വരും. അത് 100% ഉറപ്പാണ്. നമ്മൾ ഇപ്പോൾ പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് പടക്കളത്തിലും പുള്ളി കിടിലമായിരുന്നു. എരിപ്പൻ, കിടുക്കി കളഞ്ഞു. പടക്കളം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നു, പടക്കളം കഴിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഇതാണെങ്കിൽ ഓർമ്മയിൽ ഇതാണ് കറക്റ്റാണെന്ന്, പടക്കളം കഴിഞ്ഞിട്ട് ഇതാണെന്ന്. പക്ഷേ പുള്ളി
അമ്മാതിരി പെർഫോമൻസ്, അമ്മാതിരി എന്ന് പറഞ്ഞാൽ പോളി പെർഫോമൻസ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ട് സ്പോയിൽ ചെയ്യുന്നില്ല, ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു രക്ഷയില്ല, ഞാൻ ഗ്യാരണ്ടി പറയും, ഒരു രക്ഷയില്ല. സൗണ്ടൊക്കെ ചില സൗണ്ടുകളുണ്ട്, ഒരു രക്ഷയില്ല. അത് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ ടീമും കൊള്ളാം. എന്തായാലും ഞാൻ ഇവർ അടുത്ത പടത്തിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഗിംജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശിൻ്റെ അടുത്ത റൈറ്റിങ്ങിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. ഒരു രക്ഷയില്ല. ഈ ടീം നല്ല കിടു ടീമൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു പടം കണ്ടിട്ട് നമുക്ക് ജയ് വിളിക്കില്ലേ, പോളിപ്പടം എന്ന് പറയൂലേ, അങ്ങനൊരു പടം. അത്രയ്ക്ക് ക്ലാസ് സൂപ്പർ പടം. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല, സ്പോയിലാകില്ല. മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ പോയി കാണുക ഗായ്സ്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. വീണ്ടും അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാൻ പോകുന്നു. തീർച്ചയായിട്ടും ഈ പടം ചെന്ന് നിങ്ങൾ തിയേറ്ററിൽ കാണാം, മസ്റ്റ് വാച്ച്. വീണ്ടും അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ കാണുമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.